ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി. തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. അവൾ അത്ഭുതം കൂറി. പഴയ സ്കൂളിലാണെങ്കിൽ ഒരു ഡിവിഷനിൽ തന്നെ ഇത്രയും പേരുണ്ടാവും. അപ്പൊ ഈ ഇരിക്കണ അത്രയും പേരുള്ളോ മൊത്തം? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അത്രയുള്ളൂ, മാസ്റ്റർ പറഞ്ഞു. എല്ലാറ്റിലും പഴയ സ്കൂളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ, അവൾ വിചാരിച്ചു. കുട്ടികളെല്ലാം കസാരകളിൽ ഇരിപ്പ് പിടിച്ചു കഴിഞ്ഞിരുന്നു. മാസ്റ്റർ ചോദിച്ചു. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, ചോറ്റുപാത്രങ്ങൾ ചറപറയെന്ന് തുറന്നുകൊണ്ട് കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. കാണട്ടെ കാണട്ടെ. മാസ്റ്റർ മേശാവൃത്തങ്ങൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം ഓരോ പാത്രത്തിന്റെ അടുത്തും എത്തുമ്പോഴും കുരുന്നു നാവുകൾ ശബ്ദമുയർത്തി ഓരോന്നു പറയുന്നുണ്ടായിരുന്നു. മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് പിടികിട്ടിയിട്ടില്ല. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരികയോ? ഹായ്, നല്ല തമാശ തന്നെ, കൊച്ചു ടോട്ടോ കൗതുകത്തോടെ ചിന്തിച്ചു. ഉച്ചയൂണിന് ഇത്ര രസമുണ്ടാവുമെന്നും അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇവിടം വ്യത്യസ്തമാണ്, വിചിത്രമാണ്. നാളെ മുതൽ താനും ഇവർക്കിടയിലിരുന്ന് ഊണ് കഴിക്കുന്ന രംഗം അവൾ സങ്കല്പിച്ചു നോക്കി. പാത്രം തുറക്കുക, കടലിൽ നിന്നും മലകളിൽ നിന്നും കൊണ്ടുവന്ന പങ്ക് മാസ്റ്റർക്ക് കാട്ടിക്കൊടുക്കുക. ഹായ്. സന്തോഷം കൊണ്ട് അവൾക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നി. മാസ്റ്റർ പാത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ഉച്ചവെയിൽ അദ്ദേഹത്തിന്റെ ചുമലുകളിൽ ഊർന്നു വീണു. വിദ്യാരംഭം. ടോട്ടോച്ചൻ, ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയാണ് ട്ടോ. മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങെത്തിയാൽ മതിയെന്നായി അവൾക്ക്. ഒരു പകലിന് വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ ഇന്നേ വരെ കാത്തുനിന്നിട്ടില്ല. സാധാരണയായി രാവിലെ ടോട്ടോച്ചനെ കിടക്കപ്പായിൽ നിന്നും എഴുന്നേൽപ്പിക്കൽ അമ്മയുടെ ശ്രമകരമായ ജോലിയാണ്. പക്ഷെ അന്നേ ദിവസം മറ്റാരേക്കാളും മുൻപ് അവൾ ഉണർന്നു കഴിഞ്ഞു. വളരെ വേഗം പ്രഭാതകൃത്യങ്ങൾ കഴിച്ചു. പുത്തൻ കുപ്പായമിട്ട് സ്കൂൾ ബാഗ് പിന്നിൽ തൂക്കി അവൾ തയ്യാറായി നിന്നു. റോക്കി സംശയത്തോടെ നോക്കി. ആ വീട്ടിലെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും കൃത്യനിഷ്ഠയുള്ള അവനാണ്. അവൻ ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ടതാണ്. കൊച്ചു ടോട്ടോയുടെ ഒരുക്കങ്ങൾ അവന് അസാധാരണമായി തോന്നി. മൂരി നിവർന്ന് കൗതുകം കൂറുന്ന കണ്ണുകളുമായി അവൻ അവളെ ഉരുമ്മി നിന്നു. അമ്മയ്ക്ക് നിന്നുതിരിയാൻ നേരമില്ലായിരുന്നു. അവൾക്ക് പ്രതാൽ നൽകി. അതിനിടയ്ക്ക് കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങളുമായി ചോറ്റുപാത്രം തയ്യാറാക്കി. തീവണ്ടിയിലേക്കുള്ള പാസ് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിക്ഷേപിച്ചു. നഷ്ടപ്പെടാതിരിക്കത്തക്കവണ്ണം ഒരു ചരലിൽ തൂക്കി അവളുടെ കഴുത്തിലിട്ടു. അനുസരണം കെട്ട തന്റെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു. എന്റെ മോള് മിടുക്കിയാവണം ട്ടോ. പിന്നെന്താ? ടോട്ടോച്ചൻ നല്ല ഉന്മേഷത്തിലായിരുന്നു. ടോട്ടോച്ചാൻ കഥ ഇതുവരെ.